എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ്. മുത്തശ്ശൻ ആദർശനെ വഴക്ക് പറയുന്നത് കേട്ടിട്ട്. മുത്തശ്ശൻ അത്ര സങ്കടത്തിലൊന്നുമല്ല, നല്ല കട്ടക്കലിപ്പിലാണ് ആദർശനോട് ഓരോ കാര്യങ്ങളും പറയുന്നത്. ആദർശനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതാണ് നിൻ്റെ മുന്നിലും പിന്നിലും ശത്രുക്കൾ കാണുമെന്ന്, എന്നിട്ടും നീ അതിനെ വകവച്ചില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനി ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ നീ അർഹനല്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് കമ്പനിയിൽ നിലനിൽക്കുന്ന ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് മാന്യമായിട്ട് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കാര്യങ്ങൾ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താണ് എന്ന് മനസ്സിലായി, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പം നവ്യ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവിടെ ആദർശേട്ടൻ്റെ വിജയത്തിന് വേണ്ടി മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ആദർശേട്ടൻ അവിടെ തോറ്റുപോയി എങ്കിൽ എന്താ കാര്യമെന്നറിയാവോ? ശാപമാണ്. അവിടെ തളർന്നു കിടക്കുന്ന ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശാപമാണ് ഈ അവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണം. അത് സംഭവിച്ചതിന് ശേഷം ഇവിടെ എല്ലാവരും ആദർശനെ ചേർത്ത് പിടിക്കുമല്ലായിരുന്നോ, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്ക്. ദേവയാനി നവ്യയോട് പറയും നിർത്തടി എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അനഘ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം ഏൽക്കുന്നത് ആർക്കാണ് എന്ന് നിനക്കറിയാവോ? അത് ഞാൻ നിന്നോട് ഇപ്പോൾ പറയണോ എന്നൊക്കെ ചോദിച്ച് ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അന്നത്തേക്കും ആദർശ് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട, എനിക്ക് വേണ്ടി വാദിക്കേണ്ട, എൻ്റെ ഭാഗത്തെ തെറ്റെന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ആ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഒരുമിച്ച് നിന്ന് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ കമ്പനിയുടെ MD സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല, അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം, കഴിവുള്ള ആരെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് MD ആക്കിക്കോ എന്നൊക്കെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, ഈ കമ്പനി ഇത്ര കാലം നിന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവൻ കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റു എന്ന ഒരു ന്യൂസ് വന്നു, അത് സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം നീ എന്താ ചെയ്തത്? ഇവനെ തരം താഴ്ത്തുകയാണ് ചെയ്തത്. പക്ഷേ നിൻ്റെ സ്ഥാനത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നിൻ്റെ അനിയൻ വന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? ഇവനെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിടുവാണ് ചെയ്തത്. അത് തന്നെയാണ് കമ്പനിയുടെ നയവും. അതുകൊണ്ട് ഇനി നീ അവിടെ ഇരിക്കാൻ അർഹനല്ല, അത് സ്വയം അറിഞ്ഞ് ഇറങ്ങി പോവുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നിഷ്കരുണമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും ആകെ വിഷമായി ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും അത് ഉൾക്കൊള്ളുന്നു, ഞാൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്നു, ഇനി എന്താ വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങ് കയറി പോവാണ്. പോയി കഴിയുമ്പോഴത്തേക്കും ആകെ വിഷമിച്ച് ദേവയാനി ഓടി മുത്തശ്ശൻ്റെ അടുത്ത് വരും. അച്ഛൻ അവന് ഒരു ചാൻസ് കൂടെ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജയൻ മിണ്ടരുത്, അച്ഛൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, അവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അവനോട് പറഞ്ഞിരുന്നതാണ് ചുറ്റും ശത്രുക്കളുണ്ട് എന്ന്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു കൊടുത്തിരുന്നു. എന്നിട്ടും അവൻ അതിനെ ലാഘവത്തോടെ എടുത്തുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ജയൻ ചോദിക്കുന്നു. അതുപോലെ അജയനും പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, അവൻ ഇനി ഈ കമ്പനിയെ നയിക്കാൻ അർഹനല്ല, കാരണം ഇത്രയും നഷ്ടമാണ് നമുക്കുണ്ടായത്, അവന് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു, എന്നിട്ടും അവൻ അതിനെ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അജയനും അങ്ങനെ അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നവ്യ പിന്നെയും ചൊറിയാൻ ചെല്ലുക. നവ്യ പറയുവാണ്, അല്ലെങ്കിലും അമ്മായി അങ്ങനെയാണല്ലോ, മോൻ ചെയ്യുന്ന തെറ്റെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അതിനൊക്കെ പ്രത്യേക കഴിവുള്ളത് കൊണ്ട് തന്നെ ഇതിനെയും അമ്മായി അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും അഭിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ദേവയാനിയാണ്, എന്ത് വിളിച്ചു പറയും എന്നറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ദേവയാനി പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചോ, ഇവിടുന്ന് കയറിപ്പോയ ആദർശും നയനയും വിഷമിച്ചാണ് അകത്തേക്ക് കയറിപ്പോയത്, അവരുടെ മനസ്സ് ഇപ്പോൾ കത്തുന്നുണ്ടാവും, ഞാൻ ചില കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിഷമിക്കുന്നതിൻ്റെ 10 ഇരട്ടി നീ നിന്ന് ഇവിടെ നിന്ന് ഉരുകും, അതുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നവ്യ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവയാനി അകത്തേക്ക് തുള്ളിച്ചാടി ദേഷ്യപ്പെട്ട് കയറി പോകുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പം എവിടെയോ എന്തോ ഒരു തകരാറുണ്ടല്ലോ എന്ന് ചിന്തിക്കും. കാരണം ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ദേവയാനി അതുപോലെ ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും കാണുമെന്ന് ഒരു സാമാന്യ ബുദ്ധി, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചേനെ. അപ്പോഴും കൂളായിട്ട് നിന്ന് ആദർശിനെ പുച്ഛിച്ചുകൊണ്ട് നിൽക്കുവാണ് നവ്യ. ഏതായാലും ദേവേനയും കൂടി അങ്ങ് കയറി പോയി കഴിയുമ്പോഴേക്കും ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നാലും ഭയങ്കര കഷ്ടമായി പോയല്ലേ, കമ്പനിക്ക് എന്ത് നഷ്ടം ഉണ്ടായത്, ഇത്രയും കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടും അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടല്ലേ നമ്മുടെ ഓഹരി എല്ലാം ഇടിഞ്ഞു പോയത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ആകെ നഷ്ടത്തിലായല്ലോ മൂർത്തി ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പൊലിപ്പിക്കുവാണ്. അന്നേരം അത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ദേഷ്യം വരും. മുത്തശ്ശി പറയുന്നുണ്ട്, മതിയിടി നിർത്ത്, നീ എരുതിയിൽ എണ്ണ ഒഴിച്ചത് മതി, നിൻ്റെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതൊക്കെ സാധിച്ച് കിട്ടിയില്ല നിനക്ക്, ഇനി നിങ്ങൾക്കൊക്കെ
സന്തോഷിക്കത്തില്ലേ, ഇനി എന്തിനാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഏതായാലും ആ ചോദ്യത്തിൽ കാര്യമുണ്ട് എന്ന് മുത്തശ്ശനൊക്കെ അറിയാം. പക്ഷെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണേ. ഭയങ്കര സന്തോഷമുണ്ട് നവ്യയുടെയും അതുപോലെ അഭിയുടെയും ഒക്കെ മുഖത്ത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഏതായാലും പുതിയ MDയെ നോക്കാം, അത് വീടിൻ്റെ ഉള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും പുതിയ MDയെ നിയമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാവരും. പിന്നീട് ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് റൂമിൽ പോയി ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. അന്തേക്കും നയന അങ്ങോട്ട് വരും. സാരമില്ല ആദർശേട്ടാ, മുത്തശ്ശൻ പറഞ്ഞതല്ല, ആദർശേനെ ഭയങ്കര വിഷമമാക്കിയെന്ന് എനിക്കറിയാം, വിഷമിക്കണ്ട എന്നൊക്കെ പറയും. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി, അതുകൊണ്ട് എനിക്കിതിൽ വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല, വിഷമം തോന്നി, എന്നാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുകയും കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദർശ് നയനയോട് പറയുവാണ്, നമുക്കൊന്ന് പുറത്ത് പോകണം, എനിക്ക് നിന്നോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. അന്നേരം നയനൊക്കെ എന്താ ആദർശേട്ടൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ നിന്ന് ഞാനതൊന്നും പറയുന്നില്ല, നമുക്കൊന്ന് പുറത്ത് പോകാം, നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല എന്ന് പറയുമ്പം, നിനക്ക് വിശപ്പില്ലെങ്കിലും ഈ സമയത്ത് നീ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാകിയല്ല, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ എന്ന് പറയും. എന്നിട്ട് ആദർശേട്ടനും കഴിച്ചില്ലല്ലോ, ആദർശേട്ടനും വാ എന്ന് പറയുമ്പോൾ, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം എന്ന് പറയുവാണ്. അങ്ങനെ നയന ഭക്ഷണം കഴിക്കാൻ അങ്ങ് പോകുന്നു. ആദർശ് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവിടെ നിൽപ്പുണ്ട്. പിന്നീട് നാഗേന്ദ്രനെയും അവന്തികയും കാണിക്കുന്നു. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ചെന്നെത്തി. അങ്ങനെ ആദർശിനെ ജ്വല്ലറിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി അതിൻ്റെ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആദർശ് ആ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏൽപ്പിക്കാൻ പറ്റുന്നത് അനിയാണ്, അവൻ അത്ര കഴിവില്ല, അവൻ ആ കമ്പനിയെ നയിക്കുന്ന ആ സമയം കൊണ്ട്. പിന്നീട് ആദർശ് അതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ കമ്പനിയെ തകർക്കണം, ആ കമ്പനിയെ കടക്കണിയിലാക്കണം. അനന്തപുരി തറവാട് പോലും വിൽക്കുന്ന അവസ്ഥയിലേക്ക് മൂർത്തിയെ ഞാൻ എത്തിക്കും. അത് വിൽക്കുന്ന അവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ആ തറവാടിൻ്റെ പടി ചവിട്ടൂ. അന്നേ അവരറിയൂ ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന്. ഇപ്പം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഡേവിഡാണ്. നമ്മുടെ കമ്പനിയുള്ള സ്റ്റാഫിന് പോലും ഡേവിഡാണ് കമ്പനിയുടെ ഉടമ എന്നേ അറിയത്തുള്ളൂ. ആ കാര്യം അങ്ങനെയല്ല എന്നറിയാവുന്നത് മൂന്ന് പേരുള്ളൂ, ഞാനും ഡേവിഡും ഇപ്പം മോളും, വേറെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം അഭിയേട്ടന് ഭയങ്കര സന്തോഷമാകുമെന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവനോട് നീ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, പയ്യെ നമുക്ക് പറയാം. പിന്നെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, എനിക്ക് 10 കാശുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് ചായും. അന്ന് ആ വീട് വിട്ടിറങ്ങിയപ്പം അവൾക്ക് എൻ്റെ കൂടെ പോരായിരുന്നു, ഞാൻ അന്ന് വീട് വിട്ടിറങ്ങിയ സമയത്ത്. പക്ഷെ അവൾ വന്നില്ല, കാരണം എൻ്റെ 10 പൈസ ഇല്ലല്ലോ, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് നാഗേന്ദ്രൻ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അച്ഛ അന്ന് ഇറങ്ങി വരാതിരുന്നത് നന്നായില്ലേ, അന്ന് ഞങ്ങൾ കൂടി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛന് ഇതൊന്നും വെട്ടിപ്പിടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതും നേരാണ് എന്ന് അങ്ങേര് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അവർ ഈ കാര്യങ്ങളൊന്നും അറിയണ്ട. മൂർത്തി ജ്വല്ലറിയെ തകർത്ത് അനന്തപുരി തറവാട് വിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ച് അവരെ കുത്തുവാൾ എടുപ്പിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്തത് ആരാണ് എന്ന് അവരറിഞ്ഞാൽ മതി എന്ന് അങ്ങേര് പറയുന്നു. അത് അങ്ങേര് ചെയ്തെടുക്കും എന്നും പറയുന്നുണ്ട്. ആദർശ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറിയെ നല്ല രീതിയിൽ നയിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഈസിയാണ് എന്നാണ് അങ്ങേര് പറയുന്നത്. ഇങ്ങനെ ഈസിയാണ് എന്ന് ഇവർക്ക് തോന്നിക്കാൻ വേണ്ടിയായിരിക്കും മുത്തശ്ശൻ ആദർശിനെ എല്ലാവരും മുമ്പിൽ വെച്ച് അത്രയും ചീത്ത പറഞ്ഞ് ഇറക്കി വിടുന്നത്. കാരണം ആദർശ് അവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിഞ്ഞല്ലോ. ഇനി അങ്ങോട്ട് മൂർത്തി ജ്വല്ലറിയെ തകർക്കുക എന്നത് ഒരു ഈസി ടാർഗറ്റാണ് എന്ന് ഇവർക്ക് തോന്നിക്കാൻ വേണ്ടിയായിരിക്കും മുത്തശ്ശൻ എല്ലാവരും മുമ്പിൽ വെച്ച് അത്രയും കർക്കശമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആദർശനെ ഇറക്കി വിടുന്നത്. അല്ലാതെ അങ്ങനെ ചെയ്യുമോ? വേറെ ആരും നയിക്കാനില്ല, അത്രയും ബോൾഡായിട്ടുള്ള വേറെ ഒരാളില്ല എന്നുള്ളത് മുത്തശ്ശൻ അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ കനകയും ഗോവിന്ദനും ഒക്കെ കാണിക്കുന്നുണ്ട്. അവർക്കും ആകെ വിഷമമാണ്. അവർ ഈ സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നു. അതുപോലെ നന്ദു വിളിച്ച് നയനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്, ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചു, ആദർശേട്ടനും ഭയങ്കര വിഷമമാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതിനെല്ലാം പിന്നിൽ AN ജ്വല്ലറിക്കാരാണ്, അത് ആരാണ് ചെയ്യിക്കുന്നത് എന്ന് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഉടമ ഡേവിഡ് ആണെന്ന് തോന്നുന്നില്ല, വേറെ എന്തൊക്കെയോ പിന്നാമ്പുറ കളികൾ ഇതിലുണ്ട് എന്നൊക്കെ നന്ദുവും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ സന്തോഷ വാർത്ത അനാമികയുടെയും വേണുവിൻ്റെയും ചെവിയിലേക്ക് എത്തുന്നു. അവർക്കും ഭയങ്കര സന്തോഷമാണ്. അനാമിക പറയുന്നുണ്ട്, ഏതായാലും ഇങ്ങനൊരു കാര്യം നടന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന്. അന്നേരം വേണു പറയും, ആദർശം ഇറങ്ങി, ഇനിയിപ്പം MD സ്ഥാനത്തേക്ക് എത്തുന്നത് അനിയാണെങ്കിൽ മോള് ചെയ്തത് വലിയൊരു വിഡിത്തമായി മാറും. മൂർത്തി ജ്വല്ലറിയുടെ MDയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ വിട്ടേരാച്ച, ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഇനി അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷനായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്
നോക്കേണ്ടത് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, എം ഡി സ്ഥാനത്തേക്ക് അനിയാണ് വരുന്നതെങ്കിൽ നിനക്ക് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് കോടികളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് 4 തലമുറയ്ക്ക് കഴിയാനുള്ളത് കിട്ടും. അങ്ങനെ എന്തെങ്കിലും നേടിയെടുക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. ആ വീടിൻ്റെ താളം തെറ്റിയിരിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഗൂഢാലോചന നടത്തുന്ന അവരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.